നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ. വീഡിയോഗ്രാഫറിൽ നിന്നും NIA മൊഴിയെടുത്തു. രണ്ടുപേർ അടങ്ങുന്ന 2 സംഘങ്ങളായാണ് ഭീകരരെത്തിയത്. വിനോദസഞ്ചാരികൾക്കായി റീലുകൾ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ് മുഖ്യ തെളിവായി മാറിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട്. മൈതാനത്തിന്റെ 2 വശങ്ങളിൽ നിന്ന് 2 അംഗ സംഘങ്ങളായാണ് ഭീകരർ ആക്രമണത്തിനെത്തിയത്. വീഡിയോഗ്രാഫറുടെ മൊഴി NIA രേഖപ്പെടുത്തി. ദൃശ്യങ്ങൾ NIA പരിശോധിച്ചു വരികയാണ്. 4 ഭീകരിൽ ഒരാൾ ആദിൽ തോക്കറാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ചത് AK-47 M4 റൈഫിലുകളാണെന്നും തിരിച്ചറിഞ്ഞു. ഭീകരർക്കെതിരായ നടപടികൾ താഴ്വരയിൽ തുടരുകയാണ്. ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ 12 ഭീകരവാദികളുടെ വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. ശ്രീനഗറിൽ 60-ലേറെ വീടുകളിൽ റെയ്ഡ് നടത്തി. അനന്ത്നാഗിൽ 175ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സൈനികർക്ക് നേരെ വീണ്ടും വെടിവെപ്പുണ്ടായി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അതിർത്തി കടന്നെന്നാരോപിച്ച് പിടികൂടിയ BSF ജവാൻ PK ഷായെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. 3 പ്രാവശ്യം ചേർന്ന ഫ്ളാഗ് മീറ്റിംഗിലും ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല. 4ാം ദിവസവും BSF ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിലും പ്രതിഷേധം അലയടിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിലാണ് പരാമർശം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കൂടിക്കാഴ്ച നടത്തി. വിസ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടെന്നാണ് കണക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും അതിർത്തിയിൽ ഭീകരർ പ്രകോപനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രധാനമന്ത്രി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കാർക്കുള്ളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. भारत के हम लोगों में जो आक्रोश है वो आक्रोश पूरी दुनिया में है. इस आतंकी हमले के बाद लगातार दुनिया भर से संवेदनाएं आ रही हैं. मैं पीड़ित परिवारों को फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തുടർ നീക്കങ്ങൾ ചർച്ചയായി. അതേസമയം പാക് പൗരന്മാർക്ക് അനുവദിച്ച വിസ കാലാവധി ഇന്ന് അവസാനിക്കും. രാജ്യതലസ്ഥാനത്ത് 5000 പാക് പൗരന്മാർ ഉണ്ടെന്നാണ് IBയുടെ കണക്ക്. ഈ പട്ടിക ഡൽഹി പോലീസിന് കൈമാറി. ഇതുവരെ 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടെന്നാണ് കണക്ക്. പാകിസ്ഥാനിൽ നിന്ന് 800 ഇന്ത്യൻ പൗരന്മാർ തിരിച്ചെത്തി. ഇതിനിടെ സൈനിക കരുത്തുകാട്ടി അറബിക്കടലിൽ ഇന്നും നാവികസേന മിസൈൽ പരീക്ഷണം നടത്തി. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായ വിശാഖപട്ടണം, കൊൽക്കത്ത തുടങ്ങി ഡിസ്ട്രോയർ ക്ലാസ് യുദ്ധക്കപ്പലുകളും നീൽഗിരി ക്ലാസ് അടക്കമുള്ള ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. യുദ്ധം ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാൻ നേതാക്കൾക്ക് ആയുധബലത്തിന്റെ ചെറിയൊരു സാമ്പിളാണ് അറബിക്കടലിൽ നാവികസേന കാണിച്ചു കൊടുത്തത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇന്ത്യക്ക് നേരെ പ്രകോപനവും ഭീഷണിയും തുടർന്ന് പാകിസ്ഥാൻ. 130 ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്നും വെള്ളം കൂടി മുട്ടിച്ച യുദ്ധമെന്നുമാണ് പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ ഭീഷണി. നിയന്ത്രണ രേഖയിലെ പാക് വെടിവെപ്പിന് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകി. അതേസമയം അതിർത്തി കടന്നാരോപിച്ച് പിടികൂടിയ BSF ജവാനെ വിട്ടയക്കാൻ പാക് സേന ഇതുവരെ തയ്യാറായില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിയിൽ കടുത്ത പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ. തീരുമാനം ഇന്ത്യ പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഭീഷണി. ജലവിതരണം നിർത്തിയാൽ യുദ്ധത്തിന് തയ്യാറെടുക്കുമെന്നും പാക് മന്ത്രി ഹനീഫ് അബ്ബാസി. പാകിസ്ഥാന്റെ പക്കലുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ലെന്നും 130 ആണവായുധങ്ങളും മിസൈലുകളും ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുണ്ടെന്നും പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ മുന്നറിയിപ്പ്. अगर हमारा पानी बंद करेंगे तो फिर जंग के लिए तैयार हो जाएं. ये जो होरी, शहीन, गजनवी, ये चौकों में सजाने के लिए नहीं हमने रखे हुए, ये हमने हिंदुस्तान के लिए रखे हैं. बाबा, ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए नहीं रखे हुए, और आपको पता ही नहीं कि हमने पाकिस्तान के किस किस हिस्से में रखे हुए हैं.
ടുത്മാരി ഗലി, റാംപൂർ സെക്ടറുകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സേനയ്ക്ക് നേരെ വീണ്ടും വെടിവെപ്പുണ്ടായി. പാക് നീക്കത്തെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അതിർത്തി കടന്നെന്നാരോപിച്ച് പിടികൂടിയ BSF ജവാൻ PK ഷായെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. 3 പ്രാവശ്യം ചേർന്ന ഫ്ളാഗ് മീറ്റിംഗിലും ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല. 4ാം ദിവസവും BSF ജവാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ തുടരുകയാണ്. സിന്ധു നദീ കരാർ മരവിപ്പിച്ച ഇന്ത്യൻ തീരുമാനത്തിൽ കടുത്ത അസ്വസ്ഥതയിലാണ് പാകിസ്ഥാൻ. ഭീഷണിയായും പ്രകോപനപരമായും പുറത്തുവരുന്ന പാക് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഇതിനു തെളിവ്. കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നീക്കം നിയമവിരുദ്ധമെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം. വിനീത VG 24 ഡൽഹി. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിന്റെ നേതൃത്വത്തിൽ മെയ് ക്യൂൻ 2025 സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുന്നു. മെയ് 23 ക്ലബ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇന്ത്യൻ ക്ലബ്ബ് വർഷം തോറും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മെയ് ക്വീൻ എന്ന സൗന്ദര്യ മത്സരം. ബഹ്റൈനിൽ താമസിക്കുന്ന 17നും 27നും വയസ്സിനിടയിൽ പ്രായമുള്ള ഏത് രാജ്യക്കാരായ വനിതകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. എത്നിക് വെയർ, കാഷ്വൽ വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ 3 റൌണ്ടുകളിലായി നടക്കുന്ന മത്സരത്തിൽ ടൈറ്റിൽ വിന്നറെ കൂടാതെ വിവിധ വിഭാഗങ്ങളിലും സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസ്, ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഹാമ്പറുകൾ എന്നിവയുൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളാണ് ലഭിക്കുക. ബഹ്റൈനിലുള്ള സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യവും കഴിവും ബുദ്ധിയും പ്രദർശിപ്പിക്കാനുള്ള പ്രഥമ അവസരമായിരിക്കും ഇതെന്ന് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കേശസ് പെരേര, വൈസ് പ്രസിഡന്റ് ജോസഫ് ജോയ്, ചീഫ് കോർഡിനേറ്റർ താമരക്കണ്ണൻ, ജനറൽ സെക്രട്ടറി അനിൽകുമാർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി S നന്ദകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Program date is on May 23rd. Almost $3,000 we are giving as a prize money to the contestants. One of the reasons that you must have observed that initially we had declared this May Queen to be held on 2nd, but due to the work going on and we decided, the executive committee decided to beautify the club since the event is going to be staged on the open grounds. In this event, one of this May Queen 2025, we are going to be conduct very big and precious event, and everybody, the peoples, they are public eagerly waiting. Almost this event registration going to be closed on 8th. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് May 23 ഫ്രൈഡേ ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 16 കണ്ടസ്റ്റൻസിനെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 13 കണ്ടസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. ആക്ച്വലി 8-നാണ് നമ്മൾ ഓഡിഷനിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. വിൽ ബി ഹാവിംഗ് 3 റൗണ്ട്സ്: കാഷ്വൽ, എത്നിക് ആൻഡ് പാർട്ടി വെയർ. 24 ബഹ്റൈൻ. വിദ്യാഭ്യാസ രംഗത്തെ മികവിന് ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അവാർഡ് കരസ്ഥമാക്കി പ്രവാസി വിദ്യാർത്ഥി. കോഴിക്കോട് സ്വദേശിനി അനുപമയാണ് മലയാളികൾക്ക് അഭിമാനമായ നേട്ടം കൈവരിച്ചത്. ഇത് കോഴിക്കോട് സ്വദേശിനി അനുപമ. 1ഉം 2ഉമല്ല 3 തവണയാണ് വിദ്യാഭ്യാസ രംഗത്തെ മികവിന് ദുബായ് ഭരണകൂടത്തിന്റെ പരമോന്നത പുരസ്കാരമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അവാർഡ് ഈ മിടുമിടുക്കി സ്വന്തമാക്കുന്നത്. ഷാർജ ജെയിംസ് മില്ലേനിയം സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ അനുപമയ്ക്ക് പാഠ്യേതര മേഖലയിലെ മികവ് കൂടി പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ പ്രൗഢമായ സദസ്സിന് മുന്നിൽ അനുപമ പുരസ്കാരം ഏറ്റുവാങ്ങി. In this surreal moment, I would like to extend my deepest gratitude to the Almighty first, and then to the rulers of this wonderful nation who give so much of importance to students who are expats in this country, and to the patron of this prestigious award, late Sheikh Hamdan bin Rashid Al Maktoum, and the entire foundation, Hamdan Award Foundation, for giving us students the opportunity to shine in front of the country. നേരത്തെ ഷാർജ അവാർഡ് ഫോർ എഡ്യൂക്കേഷൻ എക്സലൻസ് പുരസ്കാരം 2 തവണ അനുപമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഷാർജ, ദുബായ് ഭരണകൂടങ്ങൾ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ 5 തവണ നേടിയ വിദ്യാർത്ഥി എന്ന നേട്ടത്തിനും അനുപമ അർഹയായി. നേരത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്താനായി സ്കൂളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വിൽക്കുക എന്ന ആശയം നടപ്പാക്കിയും അനുപമ ശ്രദ്ധേയയായിരുന്നു. 24 ദുബായ്. ജിദ്ദ കേരള പൗരാവലിയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. പൗരാവലി സംഘടിപ്പിച്ച സ്പോണ്ടേനിയസ് 2025 പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള പ്രശംസാപത്ര വിതരണവും നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജിദ്ദയിലെ മലയാളി സമൂഹത്തിന്റെ പൊതുവേദിയായ ജിദ്ദ കേരള പൗരാവലിയുടെ പുതിയ ലോഗോ പ്രൗഢമായ ചടങ്ങിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രമുഖ വ്യവസായി VP മുഹമ്മദ് അലി ലോഗോ പ്രകാശനം ചെയ്തു. പ്രമുഖ ഗ്രാഫിക് ഡിസൈനർ OB നാസർ രൂപകൽപ്പന ചെയ്ത ലോഗോ മരുഭൂമിയും മരുപ്പച്ചയും തമ്മിലുള്ള ഉറ്റ സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു. വ്യക്തികളെയും കൂട്ടായ്മകളെയും കോർത്തിണക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നു എന്ന സന്ദേശവും ലോഗോ നൽകുന്നു.
പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സദസ്സ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചടങ്ങിൽ ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച സ്പോണ്ടേനിയസ് 2025 പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള പ്രശംസാപത്ര വിതരണവും നടന്നു. കൺവീനർമാരായ അലി തേക്കുത്തോട്, സലാഹ് കാരാടൻ, ഷമീർ നദ്വി, വേണു അന്തിക്കാട്, നസീർ വാവകുഞ്ഞ്, CH ബഷീർ, മിർസ ഷെരീഫ്, ഉണ്ണി തെക്കേടത്ത്, നാസർ ചാവക്കാട് എന്നിവർ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസവും സമൂഹവും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ജിദ്ദ നവോദയ രക്ഷാധികാരിയും അധ്യാപകനുമായ ഷിബു തിരുവനന്തപുരത്തെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഖാദർ ആലുവ, നവാസ് തങ്ങൾ, ഹിഫ്സുർ റഹ്മാൻ, റാഫി ആലുവ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി മൻസൂർ വയനാട് സ്വാഗതവും ട്രഷറർ ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ നിഷ്കയുടെ പുതിയ ഷോറൂം അബുദാബിയിൽ പ്രവർത്തനം തുടങ്ങി. നിഷ്കയുടെ മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണിത്. ചലച്ചിത്ര നടി സമന്ത റൂത്ത് പ്രഭു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ 100 ഷോറൂം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്ക ജ്വല്ലറിയുടെ UAE മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അബുദാബി മുസഫയിലാണ് പുതിയ ഷോറൂം തുറന്നത്. ചലച്ചിത്ര നടി സാമന്ത റൂത്ത് പ്രഭു ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിഷ്കയുടെ വളർച്ചയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് നിഷ്ക മൊമെന്റസ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ നിഷിൻ തസ്ലിൻ പറഞ്ഞു. നമ്മളെ ആക്സെപ്റ്റൻസും വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. അതിലുപരി അബുദാബിയിലെ ഫസ്റ്റ് എൻട്രി കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അബുദാബിയിൽ ഇനി വേറൊരു സ്റ്റോറും കൂടി വരുന്നുണ്ട് നമ്മൾ ഹംദാനിൽ. എന്നാൽ ഈ എൻട്രി നമുക്ക് തന്നാൽ വളരെയധികം കോൺഫിഡൻസ് നൽകുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 കിലോ സ്വർണ്ണ സമ്മാനം ഉൾപ്പെടെ ഓഫറുകളും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2000 ദിർഹത്തിന്റെ ഓരോ പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയവും ഭാഗ്യശാലികൾക്ക് ഗ്രാൻഡ് ഡ്രോയിലൂടെ 200 ഗ്രാം ഗോൾഡും നൽകും. ജൂൺ 1 വരെ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ GCCയിലെ എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ പ്രഥമ MT സാഹിത്യ പുരസ്കാരം റിയാദ് പ്രവാസിയും പ്രമുഖ എഴുത്തുകാരനുമായ ജോസഫ് അതിരിങ്കലിന് സമ്മാനിച്ചു. കലാ കുവൈത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ ചെരുവിലാണ് പുരസ്കാരം നൽകിയത്. ഗിർഗർ സാംസയുടെ കാമുകി എന്ന കഥാസമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായത്. 50,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ജോസഫ് അതിരിങ്കലിന്റെ 5ാമത്തെ കഥാസമാഹാരമാണിത്. പത്തനംതിട്ട ജില്ലയിലെ അതിരിങ്കൽ സ്വദേശിയായ ജോസഫ് 2.5 പതിറ്റാണ്ടായി റിയാദിലാണ്. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പുലർച്ചെ എക്സൈസിന്റെ പിടിയിലായത്. രണ്ടുപേരെയും ജാമ്യത്തിൽ വിട്ടു. സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മറൈൻ ഡ്രൈവിലെ ഗ്രാൻഡ് ബേ ഫ്ളാറ്റിൽ രാത്രി 1 മണിയോടെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. 5ാം നിലയിൽ സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത്. ഇവരോടൊപ്പം ഷാലിഫ് മുഹമ്മദ് എന്നയാളും ഉണ്ടായിരുന്നു. അവർ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അവർ ജസ്റ്റ് അതിനുള്ള ആരംഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പിടികൂടുകയായിരുന്നു. ഇത് കൊടുത്ത ഒരാളെ പറ്റി ഒരു ചെറിയ സൂചനയുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. 2:45 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലെത്തിച്ചു. പിന്നാലെ അറസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് 3 പേരും എക്സൈസിനോട് സമ്മതിച്ചു. നമുക്കിപ്പോൾ പരിശോധനയ്ക്ക് സാധാരണമൊന്നുമില്ല. ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇങ്ങനൊരു സാധനം ഉണ്ടെന്നറിയാൻ നമുക്ക് പരിശോധനയ്ക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാടടച്ച് വെടിവെച്ച പോലെ രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വാണിജ്യ അളവിൽ കഞ്ചാവില്ലാതിരുന്നതിനാൽ 3 പേരെയും വിശദമായി മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിലെ ഈ ഫ്ളാറ്റ് 3 മാസമായി നിരീക്ഷണത്തിലായിരുന്നു. സംവിധായകരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉറവിടം തേടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ്. ദൃശ്യങ്ങളടക്കം ഇന്ന് 24 പുറത്തുവിട്ട വാർത്ത സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിന്റെ തീവ്രത അടയാളപ്പെടുത്തുന്നതാണ്. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന പേരുകൾ വലുതായിരിക്കും. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. സിനിമാ സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങിയ എക്സൈസ്. ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ചോദ്യം ചെയ്യലിൽ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമം നടത്തി.
ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസക്കും കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസ് നീക്കം. ആദ്യപടിയായി ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുന്നതും കുറ്റകരമാണ്. സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടാൽ പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമീറിന് ഉടൻ നോട്ടീസ് അയക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി ഡയറക്ടർ TM മജു 24നോട് പറഞ്ഞു. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഓഫൻസാണത്. ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ആ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ആദ്യഘട്ടത്തിൽ സ്വന്തം പേരുവിവരങ്ങൾ മറച്ചുവെച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായ സംവിധായകർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയ ആളെക്കുറിച്ച് ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 2 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയുമായി പ്രതികൾ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം പിടിയിലാകുന്ന സിനിമാക്കാരുടെ എണ്ണം ആഴ്ചതോറും കൂടി വരികയാണ്. സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച എക്സൈസ് പരിശോധനകൾ കൂടുതൽ കടുപ്പിച്ചാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സുപ്രീം കോടതിയിൽ നിന്നും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ തമിഴ്നാട് മന്ത്രിസഭയിൽ അഴിച്ചുപടി. പ്രബലരായ സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. പത്മനാഭപുരം MLA മനോ തങ്കരാജ് വീണ്ടും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിയമ നടപടി നേരിട്ട് വരുന്ന സെന്തിൽ ബാലാജി മന്ത്രിയായി തുടർന്നാൽ ജാമ്യം റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ അന്ത്യശാസനം നൽകിയിരുന്നു. കേസ് നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് വിശ്വസ്തനായ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർബന്ധിതനായത്. AIADMK സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശിക്ഷ ലഭിച്ചത് DMK മന്ത്രിയായിരിക്കുമ്പോഴും. ജയിലിൽ കഴിയവേ മന്ത്രിപദം ഒഴിവാക്കി ജാമ്യം നേടി 4 ദിവസത്തിനുള്ളിൽ തന്നെ സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രി കസേരയിലെത്തി. ഈ നടപടിയെ അതിരൂക്ഷമായിട്ടായിരുന്നു സുപ്രീം കോടതി വിമർശിച്ചത്. ഹൈന്ദവ ദൈവങ്ങളെയും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെയും പരിഹസിച്ചതാണ് കെ പൊന്മുടിക്ക് വിനയായത്. മാപ്പ് പറഞ്ഞെങ്കിലും മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതോടെ പൊന്മുടിയെ പുറത്താക്കാൻ സ്റ്റാലിന് സമ്മർദ്ദമേറി. പുനഃസംഘടനയിൽ മന്ത്രി RS രാജകണ്ണപ്പന് വനം വകുപ്പ് നൽകിയപ്പോൾ പത്മനാഭപുരം MLA A മനോജ് തങ്കരാജ് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയാകും. മന്ത്രി ശിവകുമാറിനും മുത്തുസ്വാമിക്കും ഓരോ വകുപ്പ് അധികമായി നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിരുന്നിന് ക്ഷണം നിരസിച്ച് ഗവർണർമാർ. കേരള, ബംഗാൾ, ഗോവ ഗവർണർമാരാണ് മുഖ്യമന്ത്രി വിളിച്ച ഡിന്നറിൽ പങ്കെടുക്കാൻ അസൗകര്യം അറിയിച്ചത്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഡിന്നറിൽ പങ്കെടുത്താൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന. എന്നാൽ ആരോപണം നിഷേധിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള രംഗത്തെത്തി. ഡൽഹിയിലെ കേരള ഹൌസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ പ്രഭാത വിരുന്ന് വലിയ വിവാദമായിരുന്നു. വിവിധ കേസുകളിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു പ്രതിപക്ഷാരോപണം. അതിനിടയിലാണ് ഗവർണർമാരെ മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിച്ചത്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ മുഖ്യമന്ത്രിയും ഭാര്യയും രാജ്ഭവനിൽ നേരിട്ടെത്തി ക്ഷണിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ TV ആനന്ദബോസിനെയും മുഖ്യമന്ത്രി ക്ഷണിച്ചു. എന്നാൽ ഒരാഴ്ച മുമ്പ് 3 ഗവർണർമാരും ഡിന്നറിൽ പങ്കെടുക്കുന്നതിന് അസൗകര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമടക്കമുള്ള വിവാദങ്ങൾ നിലനിൽക്കെ ക്ലിഫ് ഹൌസിലെ ഡിന്നറിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കിടയാകും എന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന. ഗവർണർമാർക്കുള്ള മുഖ്യമന്ത്രിയുടെ അത്താഴ വിരുന്ന് BJP ബാന്ധവം ശക്തമാക്കാനെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പരിപാടികൾ നടത്തി BJPയുമായിട്ടുള്ള ബാന്ധവം ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ വിരുന്ന് ക്ഷണം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ വാർത്താക്കുറിപ്പിലൂടെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇക്കാര്യം നിഷേധിച്ചു. അത്താഴ വിരുന്നിന് ക്ഷണിച്ചു എന്ന വാർത്ത ശരിയല്ലെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.